4069 സ്ഥാനാർത്ഥികളാണ് ഇവിടെ ഇടത് സ്വതന്ത്രന്മാരായിട്ട് മത്സരിക്കുന്നത്. അതായത് സ്വന്തം ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ തയ്യാറാകാത്ത ഒരു ഇലക്ഷനാണ്. ഏറ്റവും കൂടുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന LDF-നാണ്. 4069 പേരാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉള്ളത്. ഇനി മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതരാഷ്ട്രീയവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് സെക്ഷൽ പ്രൊഡക്ടറായിട്ടുള്ള ഒരു MLA-യെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി, കൂട്ടുത്തരവാദിത്തമില്ലാത്ത ഒരു മുന്നണി, ജനങ്ങൾ അടിച്ച് ഓടിക്കാൻ നിൽക്കുന്ന ഒരു മുന്നണി. ഈ രണ്ട് മുന്നണികൾക്ക് മുമ്പിലാണ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഈ ശബരിമലയിൽ സ്വർണ്ണക്കോള നടത്തിയവരെയും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള ലൈംഗിക വേട്ടക്കാരെയും ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി വികസനത്തിന് വോട്ട് ചോദിച്ച് ജനങ്ങളെ സമീപിക്കുന്നത്. ഞങ്ങൾ ശിശു മരണ നിരക്കിന്റെ കാര്യത്തിൽ മത്സരിക്കുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനവുമായിട്ടല്ല. ഈ സമീപകാലത്ത് സാർവദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ മത്സരിക്കുന്നത് അമേരിക്കയുമായിട്ടാണ്. ശിശു മരണ നിരക്ക് കേരളത്തെക്കാൾ കൂടുതലാണ് അമേരിക്കയിൽ എന്നുള്ളത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ആങ്കർ ഇവിടെ എന്നെ തിരുത്തണം. എന്തെങ്കിലും പറയാനുണ്ടോ? ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഇത് പച്ചക്കള്ളം പറഞ്ഞ് നിങ്ങൾ എത്ര കാലം കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് എന്റെ ചോദ്യം. എത്ര കാലം നിങ്ങൾ ജനങ്ങളെ പൊട്ടന്മാരാക്കി മുന്നോട്ട് പോകും? ഈ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിന്റെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. നിങ്ങൾ അംഗീകരിക്കുമോ? പിണറായിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, ധീരനായ അഡ്മിനിസ്ട്രേറ്ററായി BJP അംഗീകരിക്കുന്നുണ്ടോ? എനിക്ക് താങ്കളിൽ നിന്നും അതിന്റെ മറുപടി കേൾക്കാൻ താല്പര്യമുണ്ട്. മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികൾ. ഈ മറ്റേ ഭക്ഷണം കൊടുക്കുന്നത് 80% പേർക്ക് അരി കൊടുക്കുന്നത് അല്ലെങ്കിൽ ധാന്യങ്ങൾ കൊടുക്കുന്നത് നരേന്ദ്രമോദിയുടെ ഔദാര്യമല്ല. 2013 അന്നത്തെ UPA ഗവൺമെന്റ് ഈ രാജ്യത്ത് ഭക്ഷണം അവകാശമാക്കിയ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരമാണ്. അതിന് നരേന്ദ്രമോദി വേണ്ട എന്ന് വെച്ചാൽ ആ നിയമം തിരുത്തേണ്ടി വരും, അല്ലാതെ അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് BJPയുടെ ഔദാര്യമല്ല, കോൺഗ്രസിന്റെ ദീർഘവീക്ഷണമാണ് ഇന്ന് മനുഷ്യർക്ക് ഭക്ഷണത്തിനുള്ള ധാന്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയും ഇവിടെ BJP കൊണ്ടൊന്നല്ല, ഇപ്പോൾ നടക്കുന്ന പ്രോജക്റ്റ് UPA ഗവൺമെന്റ് തുടങ്ങി വെച്ചാണ്. ഈ ത്രിവിക്രമൻജിയുടെ ഒരു പ്ലാനിങ്ങുകളും ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ പരാജയപ്പെട്ടിട്ടില്ല. രാജു നായർ ഈ PM ശ്രീയായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തണ്ടലിന്റെ ബലമൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പിണറായി വിജയനെ ന്യായീകരിക്കുകയാണെന്ന് അങ്ങനെ പറയണ്ട. ആ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ഗെലോട്ടിന്റെ തണ്ടലിന്റെ ബലവും കൂടെ ഒക്കെ ഒന്ന് പരിശോധിക്കണം. അദ്ദേഹം പിണറായി വിജയനേക്കാൾ ആവേശത്തോടെ അത് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങ് അദ്ദേഹത്തിന്റെ തണ്ടലിന്റെ ബലവും കൂടെ ഇടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞു ഞാനിവിടെ ഇതെല്ലാം നരേന്ദ്രമോദിയുടെ ഔദാര്യമാണ്. ഞാൻ എവിടെയാണ് രാജു നായർ നരേന്ദ്രമോദിയുടെ ഔദാര്യമാണെന്ന് പറയുന്നത്? അത് നരേന്ദ്രമോദിയുടെ കടമയാണ്. അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്തു. നിങ്ങൾ ഖജനാവ് കട്ടുപിടിച്ച് അഴിമതി നടത്തി മാരനും കീരനും എല്ലാം അവിടെ കൊണ്ടുപോയി. പക്ഷേ ഇവിടെ നരേന്ദ്രമോദി ജനങ്ങൾക്ക് കൊടുക്കുന്നു. അതാണ് വ്യത്യാസം. നിങ്ങൾ ഫുഡ് സേഫ്റ്റി പ്ലാനൊക്കെ ഉണ്ടാക്കിയ സമയത്ത് പരിപാടി പറഞ്ഞു വെച്ചിട്ട് പോയി. പക്ഷെ കൊടുക്കാൻ 80 കോടി ജനങ്ങൾക്കാണ് ധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഔദാര്യമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാണ്. പിന്നെ NH-നകത്ത് ഞങ്ങളെ തുടങ്ങിയെന്ന് പറഞ്ഞു കൊല്ലത്തുകാരോട് പറയരുത്. 40 വർഷം മുടങ്ങിക്കിടന്ന ഒരു ബൈപ്പാസ് ഇവിടെ ഉണ്ട് രാജു നായർ. 40 വർഷം 42 വർഷം മുടങ്ങിക്കിടന്ന ഒരു ബൈപ്പാസ് ആലപ്പുഴയുണ്ട്. അതുകൊണ്ട് ഇതിന്റെ കഥ അങ്ങ് പറയരുത്. അത് ജനങ്ങൾ ഇത് ചിരിക്കും. ഈ 30 മീറ്റർ ആയി ചുരുക്കണം എന്നുള്ളതിന് എല്ലാവരും കൂടെ പ്രമേയം, ഐക്യകണ്ഠേന പ്രമേയമാണ്. അത് അച്യുതാനന്ദൻ മാത്രമല്ല, നിങ്ങളും ഉണ്ടായിരുന്നു അതിനകത്ത് ഒപ്പിടാൻ. അതുകൊണ്ട് അതും അങ്ങ് പറയരുത്. വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. സുരേന്ദ്രൻ ഗെയിൽ പദ്ധതി നടപ്പിലായപ്പോ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്റർ ആണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞു. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ടോ? അതിനെ ഞാൻ അംഗീകരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അംഗീകരിച്ചു. ഞാൻ മറ്റൊരു ചോദ്യം കൂടെ, സുരേന്ദ്രൻ ഏറ്റവും അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിലെ തീവെട്ടിക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ചീഫ് കൊള്ളക്കാരൻ പിണറായി വിജയനാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ അങ്ങും അംഗീകരിക്കണം. ഞാനിത് അംഗീകരിക്കാം, അങ്ങ് അതും അംഗീകരിക്കും. അപ്പൊ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സമാസമാവുമല്ലോ. അത് പിന്നെ വിഷമമുണ്ടല്ലേ? നിങ്ങൾ അമേരിക്കയെ കടത്തി വിട്ടി എന്നുള്ളത് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റിൽ വെറുതെ ഈ ക്യാപ്സൂള് AKG സെന്ററിലെ ക്യാപ്സൂളൊക്കെ ഒന്ന് പുതുക്കാൻ പറ. പുതിയ AI ടൂളൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ ഗോവിന്ദ സഹോദരനോ പറ. സഹോദരൻ, അത് ഈ ജനനി ശിശു സുരക്ഷാ കാര്യക്രമം എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത്
64 2010-12 കാലഘട്ടത്തിൽ. അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ രാജ്യം 27ലേക്ക് വന്നു. നിങ്ങൾ ഈ അമേരിക്കയായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന ഈ സഖാക്കന്മാരുടെ ഒരു വലിയ ബുദ്ധിയാണ്. പാവപ്പെട്ട സഖാക്കന്മാരെ പിന്നെ എന്താ പറയുക പറ്റിക്കാനുള്ളത്. പണ്ട് പറയുമല്ലോ കിഫ്ബിയുടെ കാര്യം പറഞ്ഞപ്പോൾ മസാല ബോർഡിന്റെ കാര്യം സമയത്ത് പറഞ്ഞല്ലോ, ഞങ്ങൾ പോയി ക്യാപിറ്റൽ കണ്ടെത്തിക്കൊണ്ടുവരികയാണ്, മൂലധനം വിദേശത്ത് പോയി മൂലധനം കണ്ടെത്തിക്കൊണ്ടുവരികയാണെന്ന് പറഞ്ഞ് പറ്റിച്ച പരിപാടിയാണ്. നിങ്ങളെക്കാൾ താഴെയാണ് ഗോവ, നിങ്ങളൊക്കെ താഴെയാണ് മണിപ്പൂർ. അതുകൊണ്ട് ഇമാതിരി തട്ടിപ്പ് ബെഡായി ഒന്നും വന്നിരുന്നു, ഈ ക്യാപ്സൂൾ ഒന്നും വന്ന് ചാനൽ ചർച്ചയെ പറയുന്നത്. നിങ്ങൾ സഖാക്കന്മാരുടെ പൊതുസമ്മേളനം നിങ്ങൾ അതിനെക്കുറിച്ച് പറ്റിച്ചു. നിവർത്തിയുണ്ടല്ലോ രാമേട്ട. 2 മാസമായി ഞാൻ ഇവന്റെ കള്ള സെന്റിമെന്റ്സ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലേ കയറാൻ നോക്കുക. പറഞ്ഞു സുരേഷ് ഇവിടെ പണമില്ല, സമരം വന്നതുകൊണ്ടാണ് ദേശീയപാത വികസനം മുടങ്ങിപ്പോയതെന്ന്. അല്ലല്ല, ഞാൻ പറയാം സഹിഷ്ണുതയോടെ കേട്ടിരുന്നല്ലോ. നിങ്ങൾക്ക് എന്താ ഈ അവസാന സമയമാകുമ്പോ നിങ്ങൾ എന്താ ഇങ്ങനെ വിരളി പൂണ്ടുന്നത്? നിങ്ങൾ അതൊന്നും വേണ്ട, ഇവിടെ കേട്ടുകൊണ്ടിരുന്നാൽ മതി. ദേശീയപാത വികസനമാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷ 5000 കോടിയാണ് മുടക്കിയത്, ഇനി 7000 കോടി എടുത്തു. 55,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് മുടക്കുന്നത്. ഇതാണോ നിങ്ങളുടെ വികസനം പറഞ്ഞ് നിങ്ങൾ പറയുന്നത്? പിന്നെ പിണറായി വിജയനെ പൂട്ടാനുള്ള പൂട്ടും താക്കോലും എൻ്റെ ആ പൂട്ടും താക്കോലൊന്നുമില്ല. എൻഫോഴ്സ്മെന്റ് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ധൃതി കാണിക്കാതെ സുരേഷ് കുമാറെ. പിണറായി വിജയനെ പൂട്ടാൻ നിങ്ങൾക്ക് ധൃതിയാണെന്ന് എനിക്ക് മനസ്സിലായി. വലിയ താമസിയാതെ പൂട്ടി നിങ്ങളുടെ പാർട്ടിയെ രക്ഷപ്പെടുത്തും, നിങ്ങൾ വിഷമിക്കണ്ട. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു പൂട്ടും താക്കോൽ ഇരിപ്പുണ്ട്. ഒരു സ്ത്രീമാനത്തിന് വില പറഞ്ഞ ഒരു MLA, ആ MLA പൂട്ടാതെ ആ പൂട്ടും താക്കോൽ ഈ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന AKG സെന്ററില്ല. നിങ്ങളുടെ ആ ഗോവിന്ദ സാഗറിനെ പറ ആ പോലീസിന്റെ ആ പൂട്ടും താക്കോൽ കൊടുക്കാൻ. ആ കർണാടകയിൽ കോൺഗ്രസ്സുകാർ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന MLA ആ ലൈംഗിക വേട്ടക്കാരനെ കൊണ്ടുവന്നിട്ട്, അല്ലാതെ ഒരു പെങ്കൊച്ചിന്റെ മാനം വെച്ച് രാഷ്ട്രീയം കളിക്കുന്നവരാണ്. പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. നല്ല തറവാടിത്തുള്ള കള്ളന്മാരാ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.